സർ, ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കണം, പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം, അങ്ങനെ ഉം, എല്ലാം പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു വരുന്നവരാണ്. അതിന് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അതിന്റെ ടെക്നിക്സ് സാറിനൊന്ന് പറയാമോ? ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടാണ് ഇംഗ്ലീഷിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ 3 പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോലും, അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും പോസ്റ്റ് ഗ്രാജുവേഷൻ, 3 പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ പോലും ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുവോ ഇല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുകയോ മേലാത്തതുകൊണ്ടല്ല, പക്ഷെ ചെയ്യാറില്ലായിരുന്നു. ഓക്കെ. പക്ഷേ ഇത് എനിക്ക് മാറിയത് ഞാൻ എബ്രോഡ് പോയപ്പോൾ അതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും എന്താണ് എൻ്റെ പ്രസൻറ്റേഷനും സ്പീച്ചും ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ സംസാരിച്ച് അപ്പോൾ കുറേ ഫോറിൻ ട്രിപ്പിന് ശേഷമാണ് ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഓക്കെ. എൻ്റെ ഇൻകോമ്പിറ്റൻസി കൊണ്ടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സാറിനോട് നമ്മളൊരു ക്ലാസ്സിൽ സാറിനോടൊരു സംശയം ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ സാറ് മലയാളത്തിലെ മറുപടി പറയും. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ആരോടെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊരു മാതിരി കളിയാക്കും. ആ സിനാരിയോ ഇപ്പോഴും ഉണ്ട് സർ. നമ്മൾ പബ്ലിക്കായിട്ട് രണ്ടുപേരും ഇംഗ്ലീഷ് സംസാരിച്ച ചുറ്റിനുള്ള എല്ലാവരും നമ്മളെ തിരിഞ്ഞു നോക്കും. ബസ്സിൽ സംസാരിച്ചാൽ, ഇപ്പൊ ഞാൻ എന്റെ മോളും കൂടെ എന്തെങ്കിലും 2 സെന്റൻസ് ഇംഗ്ലീഷ് സംസാരിച്ചാൽ ചുറ്റിനുള്ളവർ നമ്മളെ നോക്കും. ആ സിനാരിയോ ആണ് ഇപ്പോഴും. ഇപ്പൊ പിന്നെ അൽഫിയ നമ്മുടെ ലൈഫ് ലൈൻ്റെ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു പണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG ഉണ്ട്, MA ഉണ്ടായിരുന്നു, BEd ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല സർ. ഞാൻ PG ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്ത ഒരാളാണ്. മോറോവർ ഞാൻ ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് പഠിപ്പിക്കാനേ അറിയൂ, എനിക്ക് പബ്ലിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കോൺഫിഡൻസ് വന്നത്? കോൺഫിഡൻസ് വന്നത് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ, സാറിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ഡെയിലി ഫരീദ മാമുമായിട്ട് സംസാരിച്ചു. ഇതിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഫരീദ മാമുമായിട്ട് ഉള്ള ഡെയിലി ഇന്ററാക്ഷൻ, മോർണിംഗ് ടിൽ നൈറ്റ് നമ്മൾ ഇംഗ്ലീഷ് കോൺവെർസേഷൻ. മാം പ്രത്യേകിച്ച് നോൺ മലയാളിയാണ്. സോ ആ ഒരു ഇന്ററാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ എൻ്റെ സ്പീക്കിങ്ങിലും എൻ്റെ ഒരു ആക്സെന്റിലും ഒക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഡെയിലി ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് സാറും ആ സമയത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, കുട്ടികളുമായിട്ട് ഇംഗ്ലീഷ് മാത്രമേ. അപ്പൊ ഇന്ററാക്ഷൻ കൂട്ടിയപ്പോഴാണ് എൻ്റെ ഇംഗ്ലീഷ് മാറിയത്. എൻ്റെ ആ ഒരു ബാരിയർ, സംസാരിക്കാനൊരു ബാരിയർ ഉണ്ടായിരുന്നു, അത് മാറിയത് ഇന്ററാക്ഷൻ കൂട്ടിയപ്പോഴാണ്. ഞാനൊരു 10-16 വർഷങ്ങൾക്ക് മുമ്പാണ്, പിന്നെ 16 അല്ല 23 വർഷങ്ങൾക്ക് മുമ്പാണ് എബ്രോഡ് പോയി ഒരുപാട് പിന്നെ ഓഫീസുകളിൽ എവറി ഡേ സംസാരിക്കേണ്ടതായിട്ട് വന്നപ്പം എൻ്റെ സ്പീച്ച് ഉണ്ടാവും. നേരത്തെ ടൈമൊക്കെ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ സ്പീച്ചൊക്കെ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ട്രാൻസ്ലേഷന് വേണ്ടി അയച്ചു കൊടുക്കണം. കറക്റ്റ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇപ്പോൾ 2001 പോലും ലാപ്ടോപ്പൊക്കെ തന്നേക്കുക അവരോട്, നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ രാത്രി നെക്സ്റ്റ് ഡേയിൽ വരാവുന്ന 2-3 സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് സംസാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ പല രാജ്യങ്ങളിൽ പോയി, പിന്നെ യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്ത് അതിനിടയ്ക്കുള്ള സംസാരങ്ങൾ അങ്ങനെ വന്ന് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ US പോവുകയാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 7-8 ദിവസം കഴിയുമ്പോൾ നമ്മൾ മലയാളമാണോ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണോ നമ്മളങ്ങ് മറന്നു പോകും. പിന്നെ UK ഞാൻ ഒരു കാര്യം ചെയ്യുന്ന പലപ്പോഴും ആക്സെൻറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം US നമ്മുടെ ആക്സെൻറ്റ് ആരും ശ്രദ്ധിക്കത്തില്ല. UK മാത്രം പറയും ഫർഗീവ് മീ അബൌട്ട് മൈ ഇന്ത്യൻ ആക്സെൻറ്റ് എന്നൊരു ഇതുകൂടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തേക്ക്, അതൊന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ആശ്വാസം. അപ്പം ഇങ്ങനെ നമ്മൾ ഞാൻ ലാസ്റ്റ് എൻ്റെ UK വിസിറ്റിനകത്ത് എനിക്ക് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 10 hours പഠിക്കണം. രാവിലെ
9 o'clock to 6 o'clock കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. ഓക്കെ. അപ്പോൾ അതിനകത്തൊന്നും എൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് ആരും പിന്നെ ബോധർ ചെയ്യത്തില്ല. തന്നെയല്ല ഞാൻ ചിന്തിക്കുന്നില്ല ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സംസാരിക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ട് പോലും അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളൊരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ആസ്ക് ചെയ്യുന്നില്ല. ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ സാറ് മലയാളത്തിൽ മറുപടി പറയും. അപ്പോൾ അതൊരു വലിയ ഒരു എംബാരാസിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തും ഇപ്പോൾ ഈ നല്ല ആക്സൻ്റ് ഉള്ള ആൾ, എൻ്റെ അടുത്ത് ചില വക്കീലന്മാർ പറയാറുണ്ട്, നല്ല ആക്സൻ്റ് ഉള്ള ആൾക്കാർ അപൂർവമായിട്ട് അവർ കോടതിയിൽ, ജില്ലാ കോടതിയിലോ മജിസ്ട്രേറ്റ് കോർട്ടിലൊക്കെ നല്ല ആക്സെൻറ്റിൽ വാദം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാമ്യം കൊടുക്കില്ല. പാവപ്പെട്ട പ്രതിയുടെ ഗതികേട് ആലോചിക്കണം. ജാമ്യം കൊടുക്കുക, അവൻ അത്ര സ്മാർട്ട് ആയതുകൊണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളവർ ഈ മലയാളികളായിട്ടുള്ള IFS ഓഫീസേഴ്സിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് പിന്നെ ലാംഗ്വേജിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്നാലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണേലും ഒരു മലയാളം ആക്സെൻ്റ് അങ്ങ് മാറുന്നില്ല. മലയാളം ആക്സെൻ്റ് മാറുന്നില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷിലുള്ള ഒരു 3-4 സ്വരം മലയാളത്തിലില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നീട് അതിനെക്കുറിച്ച് ഒത്തിരി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളിയായിട്ട് തന്നെ സംസാരിക്കുന്ന ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ നോക്കുക. നമ്മൾ ഏതായാലും ബ്രിട്ടീഷോ അമേരിക്കനോ ഒന്നും ആകാതെ വ്യക്തതയോടുകൂടി സംസാരിക്കാനായിട്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റിയുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളുകളിലാണെങ്കിലും ശരി, പല സ്കൂളുകളും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ ഏറ്റവും കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സ് സംസാരിക്കുന്നതിനകത്ത് ഒരുപാട് തെറ്റുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നോട്ട് ചെയ്തിട്ട് അവർ വളരെ കമ്പൽസറി ആയിട്ട് അവർ മനഃപൂർവ്വമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ഒരുപാട് തെറ്റ് അവർ അറിയാതെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്നത് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുറച്ച് ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ അൽഫിക്ക് അറിയാം, ഞാൻ നേരത്തെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാധനം നമുക്കിപ്പം ഈ ഏറ്റവും കൂടുതൽ ഭാഷയുടെ സ്ട്രക്ചർ ഇപ്പം നമ്മൾ ആര് പറയുകയാണേലും ഇങ്ങനെ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിക്കാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മിക്കവാറും മലയാളികൾ പറയുമ്പോഴത്തേക്കും ഒരു 90% ആൾക്ക് എവറി ഡേയിലേ തുടങ്ങും. പറ്റത്തില്ല. ഈ സ്ട്രക്ചർ തന്നെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ? ഈ മലയാളത്തിൻ്റെ അതേ അവർ പറയും, ഇംഗ്ലീഷിൽ പറയും, പക്ഷെ അത് ഈ സ്ട്രക്ചർ അവർ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ ഇല്ല. ഇംഗ്ലീഷിന് ഒരു സാധനം ആരെങ്കിലും കറക്റ്റ് പഠിപ്പിച്ചു കൊടുത്താൽ, ഞാൻ പറഞ്ഞ MA ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഒന്നും ഞാൻ ഈ പറയുന്ന സ്ട്രക്ചർ സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിപ്പിച്ചു തരാത്തൊരു സ്ട്രക്ചറുണ്ട്. എളുപ്പത്തിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ഉപയോഗിക്കേണ്ടത് ഹൂ, ആരാ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഹൂ, ദെൻ വാട്ട്, രണ്ടാമത്തെ എപ്പോഴും പറയുന്നത് വാട്ട്, അത് വെർബായിരിക്കും. ഓക്കെ, ആദ്യത്തെ നൗണും ആയിരിക്കും. എപ്പോഴും ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാലും നൗണിൽ തുടങ്ങണം. രണ്ടാമത്തെ നമ്പർ 2 വെർബായിരിക്കും, ആക്ഷൻ ആയിരിക്കണം. നമ്പർ 3 വെയർ, നമ്പർ 4 വെൻ, നമ്പർ 5 ഹൗ, നമ്പർ 6 വൈ. ഈ കണ്ടീഷൻ ഇതൊരു ടെംപ്ലേറ്റ് ആക്കി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പറയുന്നതെല്ലാം ഇതിൽ കൂടി പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം പാല് കുടിച്ചിട്ടേ കിടക്കുകയുള്ളൂ. ഞാൻ പാല് കുടിച്ചിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം പറയുമ്പോൾ അതിനകത്ത് നൗൺ എന്താ ഉള്ളത്? ഐ ആണ്. അപ്പോൾ വെർബ് എന്തുവാണ്? ഡ്രിങ്ക് ആണ്. എന്താ ഡ്രിങ്ക് ചെയ്തേക്കുന്നത്? ഒബ്ജക്റ്റ് മിൽക്കാണ്. പിന്നെ വളരെ എളുപ്പമാണ്. പിന്നെ എപ്പോഴാണ് കുടിച്ചേക്കുന്നത്? എവറി ഡേ, നൈറ്റിലാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ ഒരു സെൻസ് ഫോം ചെയ്താൽ. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഒരുപാട് പുസ്തകം എഴുതിയിട്ട് പിന്നെ ഞാൻ ഇംഗ്ലീഷിലേക്ക്, ആക്ച്വലി ആദ്യത്തെ എൻ്റെ പബ്ലിഷ് ചെയ്ത ബുക്ക് ഇംഗ്ലീഷിലായിരുന്നു 2005. അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് മലയാളം പുസ്തകം എഴുതിയിട്ടാണ് ഞാൻ പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നത്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഈ ടെംപ്ലേറ്റ് തലയ്ക്കകത്തുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ തെറ്റുന്ന പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒരു സ്റ്റോറിക്കകത്തോടെ ഇത് നമുക്ക് കൊണ്ടുവരാം.
എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നൗൺ വെച്ച് പറയണം, പിന്നെ വെർബായിരിക്കണം, പിന്നെ വെയർ, വെൻ, ഹൗ ആൻഡ് വൈ. ഈ ഒരു ഇത്ര എഴുതി വെച്ചിട്ട് നമ്മൾ ഒരു ടെംപ്ലേറ്റിലാക്കി കഴിഞ്ഞാൽ എപ്പോൾ പറയുമ്പോഴും. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മളൊരു പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക ഇരിക്കട്ടെ, നമുക്ക് കാർ ഇടിച്ചു, കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, നമ്മുടെ കാർ ഇടിച്ചു, ഇതാണ് സംഭവം. അപ്പോൾ നമ്മളവിടെ പറയുന്നത് എന്തുവാ, അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ എന്താ, നമ്മുടെ സെൻറ്റൻസിൽ നിന്ന് വേണ്ടുന്ന ഇൻഫർമേഷൻ എന്താണ്, ആര്, എന്ത്, വണ്ടി ഇടിച്ചു എന്നുള്ളതാണ്, എപ്പോൾ, എവിടെ വെച്ച്, ഓക്കെ, എവിടെ വെച്ച്, പിന്നെ എങ്ങനെ, എന്തുകൊണ്ട്, ഇല്ല എങ്ങനെ, സംഭവം തീർന്നു. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എൻക്വയറി കമ്മിറ്റിക്കകത്ത് നോക്കുമ്പോൾ ഒരു പരാതി തന്നേക്കുന്നു. ആ പരാതി എഴുതിയേക്കുന്ന LLB ഒക്കെ പഠിച്ച ഒരാളാണ്, മലയാളത്തിൽ എഴുതിയേക്കുന്നത്. പിന്നെ എന്നാണ് എവിടെ വെച്ച സംഭവം അതിനകത്തില്ല. എന്നാണ് എവിടെ വെച്ചാണ്, ബാക്കിയെല്ലാം ഉണ്ട്, ഉപദ്രവിച്ച കാര്യം എല്ലാം ഉണ്ട്, പക്ഷെ കേസെടുക്കാൻ പറ്റൂല. എന്താ കാര്യം, ഡേറ്റ് ഇല്ല. എന്നാണ് എവിടെ വെച്ചില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു സ്ട്രക്ചർ അങ്ങ് മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹൂ, വാട്ട്, വെയർ, വെൻ, വൈ ആൻഡ് ഹൗ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തെറ്റുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. ഈ ഫോർമാറ്റ് അങ്ങ് എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച്, 8 പാർട്സ് ഓഫ് സ്പീച്ച്, അത് സാധാരണ ഇത് ഞാൻ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഒരു സ്റ്റോറിയിലൂടെ. അപ്പോൾ ആ സ്റ്റോറിക്കകത്തോടെ കറക്റ്റായിട്ട് ഒരു സ്റ്റോറി, ഒരൊറ്റ സ്റ്റോറി ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫിൽ പാർട്സ് ഓഫ് സ്പീച്ച് മറക്കത്തില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എനിക്കൊരു ഒരാളെ നല്ല ഫ്ലുവൻ്റ് ആക്കാനായിട്ട് മൈൻഡ് പവർ ട്രെയിനിങ്ങും പുസ്തകത്തിൽ നിന്ന് കണ്ട ഈ ബിസിനസ്സുകാർക്കുള്ള ട്രെയിനിങ് ആണ്, ടൈം തീരെയില്ല. പക്ഷേ എനിക്കൊരു 5 ദിവസം ഫുൾ ഡേ എടുത്തു കഴിഞ്ഞാൽ തീരാനുള്ളത്. ഒരാളെ കംപ്ലീറ്റ് ഫ്ലുവൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു 700-800ഓളം വാക്കുകളാണ് മലയാളികൾ തെറ്റിക്കുന്നത്. ടാർഗറ്റ് എന്ന് പറഞ്ഞ വാക്കല്ലേ, ടാർഗറ്റാണ്. എന്ന് പറഞ്ഞ പോലെ മലയാളത്തിൽ തെറ്റിക്കുന്ന ഒരു 800ഓളം വാക്കുകളുണ്ട്. അപ്പോൾ വൊക്കാബുലറി എല്ലാം ഉൾപ്പെടെ, പാർട്സ് ഓഫ് സ്പീച്ചും എല്ലാം ഉൾപ്പെടെ. അപ്പോൾ പിന്നെ ഈ ആക്ച്വലി ഗ്രാമർ വേണ്ട, ഗ്രാമർ നോക്കാതെ സംസാരിക്കണം എന്നാണ് മിക്കവാറും എല്ലായിടത്തും പറയുന്നത്. നമ്മൾ ഗ്രാമർ നോക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അത് നമ്മൾ വിട്ടുകളയുന്ന ഭയങ്കര പ്രശ്നമാണ്. അതെ, കാലം തെറ്റിപ്പോകും. ഇത് ഈ ഒരു കാര്യം ഇങ്ങനെ പറയണ്ടേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും, ഇതാണ് പറയേണ്ടത്. നമുക്ക് സാഹിത്യം എഴുതേണ്ടത് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പേഷ്യൻ്റ് മരിച്ചു പോയിട്ട് ഉണ്ടാവും. നമ്മളെങ്ങനെ പറയും? നമുക്ക് കറക്റ്റായിട്ടത് പറയാൻ അറിയത്തില്ലെങ്കിൽ അതായത് 12 സെൻറ്റൻസ് പഠിച്ചാൽ മതി സ്ട്രക്ചർ. ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷെ നേരത്തെ ഈ ടെക്നിക്സ് ഒന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. മൈൻഡ് പവറിലൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ടെക്നിക്സ് കിട്ടിയിട്ടുണ്ട്. അത് ആക്ച്വലി നമുക്ക് പഠിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കേസിനകത്ത് ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് അടുത്ത മാസം പോകും. എൻ്റെ അടുത്ത മാസം ഞാൻ പോകുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ മകൾ അവിടെ പ്രസവിച്ചിട്ടുണ്ടാവും. ഈ സാധനം പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതെ, നമുക്കതെങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ ഇപ്പോൾ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് മുഴുവൻ അവർ മാർക്കറ്റ് ചെയ്യുന്നത് ടെൻസ് ഇല്ല, ടെൻസ് വേണ്ട, ഇംഗ്ലീഷ് പഠിപ്പിക്കാം, ടെൻസ് ഒഴിവാക്കി ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നുള്ള ഒരു ആഡാണ് എല്ലായിടും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സാധനം നമ്മൾ എങ്ങനെ, വളരെ നിസ്സാരമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട, സാഹിത്യത്തിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ, ഞാൻ ഇംഗ്ലണ്ടിൽ അടുത്ത മാസം ഞാൻ 30-ാം തീയതി അവിടെ നിന്ന് യാത്ര ചെയ്ത്, ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ ഫ്യൂച്ചർ ടെൻസാണ്, ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ മകള് പ്രസവിച്ചിട്ടുണ്ടാവും. ഈ സാധനം പറയണമെന്നുണ്ടെങ്കിൽ വളരെ സെൻസ് മാറാതെ പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഇതേ ഉള്ളൂ, 12 സ്ട്രക്ചർ പഠിച്ച ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ.
അത് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ചാർട്ടാണ്, ഉം. ഗ്രാഫ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ആ ഗ്രാഫ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ തെറ്റത്തില്ല. ഒരു കാരണവശാലും നമുക്ക് ഇംഗ്ലീഷിന്റെ സ്ട്രക്ചർ, ആ ഈ സെന്റൻസ്. ഗ്രാമർ ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളാണ് നമ്മളെത്താ സ്കൂൾ മുതൽ പഠിച്ച് ഹൈസ്കൂൾ മുതൽ +2 കഴിഞ്ഞ് LKG ടു +2 കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഹയർ സ്റ്റഡീസിൽ പഠിക്കുന്നു, സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കുന്നു, എന്നിട്ട് നമുക്ക് ആ സാധനം കിട്ടുന്നില്ല. അല്ലെ? ഇതിനെ നമുക്ക് എന്താ ചോദിച്ചാൽ മൈൻഡ് പവറിൽ നമ്മൾ ചോദിച്ചത് ഒരു പാറ്റേൺ ഉണ്ടാക്കുക, അതാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പാറ്റേൺ. അതായത് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു. അപ്പം ആദ്യം പറയുമ്പോൾ ഹൂ അല്ലെങ്കിൽ പിന്നെ എന്താണ് സബ്ജക്റ്റ് പറയണം. അപ്പോൾ ഹൂ, വാട്ട്, വെൻ, വെയർ, ഈ ഫോർമാറ്റിലാണ് പറയേണ്ടതെന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ടാക്കി അതിലൊരു 10-20 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഈ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് 10,000കണക്കിന് നമുക്ക് കിടക്കുന്ന വൊക്കാബുലറി മുഴുവനും മൈൻഡ് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തേ പുറത്തേക്ക് വരത്തുള്ളൂ. എഴുതുവാണേലും പുറത്തേക്ക് വരുന്നത്, ഞാൻ ബുക്ക് എഴുതുവാണെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് വരത്തുള്ളൂ. അതല്ല ഞാൻ പറയുവാണെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് വരത്തുള്ളൂ. കംപ്ലീറ്റ് സെൻസ് അതിനകത്തുണ്ട്. ഇത് നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് ഒരു 100 ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരാളെ പഠിപ്പിക്കാം. പിന്നെ ആൾ പോകില്ല. ഞാൻ പറഞ്ഞ മൈൻഡ് പവർ ടെക്നിക്ക് എന്ന് പറയുന്നത് അതോടുകൂടി എന്താണ് അയാളെ സ്ട്രക്ചറിനകത്ത് ഒരു പ്രശ്നവും വരുന്നില്ല. പിന്നെ ടെൻഷനകത്ത് എന്തുവാ? ടെൻഷനകത്ത് വരുന്ന 12 ടൈപ്പ് സാധനമേ ഉള്ളൂ. അതിനെ ഒരു ചാർട്ട് വെച്ചിട്ട് പഠിക്കുക. നമ്മളത് വരയ്ക്കണം. വരച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് വരയാണ് അതിനകത്ത് മുഖ്യം. വരയുടെ കൂടെ എഴുതി നമ്മൾ പഠിച്ച് 12 പഠിച്ച് എനിക്ക് തോന്നുന്നു അതും ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമ്മൾ തീരും. ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഏത് ടെൻസും കയ്യിലൊതുങ്ങും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ വാക്കുകൾ എടുത്താലും 8 പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് വരും. അപ്പോൾ ഏത് വാക്കോ ഏത് സെൻറ്റൻസ് കണ്ടാലും നമുക്ക് അത് ഇന്ന പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് അറിയണം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. പാർട്സ് ഓഫ് സ്പീച്ച്. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് യൂസേജ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത്രയും സാധനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷ് ഒരാളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. സേഫായിട്ട്. എനിക്ക് എൻ്റെ കണക്കൂട്ടിനകത്തൊരു 50 hours ടോട്ടൽ മതി. ടോട്ടൽ ടെക്നോളജി കൂടെ വെച്ചോണ്ടാണ്, മൈൻഡ് പവറും ടെക്നോളജിയും എല്ലാം വെച്ചോണ്ട് ഒരു 50 hours നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 3 പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് പോലും ശരിക്കും ഇല്ലേ സാർ, നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഈസി ആണെങ്കിൽ ലോകത്ത് എവിടെ പോകാനുള്ള ഒരു കോൺഫിഡൻസ്, അത് എനിക്ക് മനസ്സിലായതാണ്, എനിക്ക് ഫീൽ ചെയ്തതാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എവിടെയും പോകാനുള്ള കോൺഫിഡൻസ് ആയി എന്നാണ്. എവിടെയും പോയി ജോലി ചെയ്യാം, ആരോടും സംസാരിക്കാം. അല്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അൽഫിയയ്ക്ക് ഈ കേരളം എന്ന് പറയുന്ന ബോർഡറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതെ, ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ വേണേലും പോകാം. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ നഷ്ടപ്പെട്ടു, ഇന്ത്യയും കഴിഞ്ഞു. ലോകത്ത് എവിടെ വേണേലും നമുക്ക് പോകാം എന്നുള്ള കോൺഫിഡൻസ് വന്നു. അതെ, എവിടെയും പോയി ജോലി, എവിടെയും പോകുക എന്നുള്ളതല്ല സാർ, എവിടെയും പോയി ജോലി ചെയ്യാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഈ ഇംഗ്ലീഷ് മാത്രമാണ്. ഞാൻ ലോ പഠിച്ചു, ലോയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തു. നമുക്ക് നല്ല കോളേജിൽ പ്രൊഫസറായിട്ടൊക്കെ ജോലി കിട്ടുന്ന സംഭവമാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. ഈ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു താല്പര്യത്തിൽ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത്. പക്ഷെ അവിടുന്ന് പഠിച്ചില്ല. മാനേജ്മെന്റ് പഠിച്ചു, MBA പഠിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഒരു കാര്യം നേടിയാൽ രക്ഷപ്പെട്ടു. അതായത് ലോകത്തെവിടെയും നിർലോഭം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ വളരെ ലേറ്റായിട്ട് അത് മനസ്സിലാക്കി. അത് ലൈഫിൽ അങ്ങ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വായിക്കുന്ന ടൺ കണക്കിന് വായിക്കും, പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നില്ല. സംസാരിക്കാൻ നമുക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള സിനാരിയോ വേദിയില്ല. അപ്പം അതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഞാൻ 65 രാജ്യങ്ങളിലാണ് പോയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം വേണമെന്നില്ല, ഒന്നിനോടും പേടിയില്ല. കാരണം ലോകത്ത് എവിടെ പോയാലും ജീവിക്കാം. ഇന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നാളെ പോലെ ഡീസൻറ്റ് വരുമാനം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളി, എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ പറയുന്നത് പക്ഷേ ഒത്തിരി പേരോട് പറഞ്ഞിട്ട് അത് അത്ര ഏക്കാറൊന്നുമില്ല. ഒരു മലയാളി
മൈൻഡ് പവർ ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ട്. അപ്പം കേരളീയൻ്റെതായ ഞാൻ പറഞ്ഞില്ലേ 2-3 സ്വരം ഇംഗ്ലീഷിനകത്തുള്ള ആ സ്വരം മലയാളത്തിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ചെറിയ, പക്ഷെ അതൊന്നും ആരും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. ആൾക്കാർക്ക് കൃത്യമായി മീനിങ് കൃത്യമായിട്ട് മനസ്സിലായി, സെൻസ് കറക്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് 50 hours മതി. എൻ്റെ പഠിപ്പീരെല്ലാം ഇങ്ങനെയാണ്. ഞാൻ രാവിലെ 9 മണിക്ക് തുടങ്ങും, വൈകിട്ട് 6 മണിക്കാണ് തീരുന്നത്. ഈവൻ ഞാൻ MBAക്ക് പഠിപ്പിക്കാൻ പോകുമ്പോഴും എൻ്റെ അടുത്ത് MBAക്ക് ക്ലാസ് എടുക്കാവുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞ് ക്ലാസ് എടുക്കാം. അപ്പോൾ 1 വർഷം മുഴുവൻ വന്ന് ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. തരുന്ന സബ്ജക്റ്റ് ഞാൻ പഠിപ്പിക്കാം. ഒരേറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഏറ്റവും 2 ദിവസം കൊണ്ട് സബ്ജക്റ്റ് കംപ്ലീറ്റ് കൊടുത്തു. എനിക്ക് തോന്നുന്നു ആ പ്രാവശ്യം മിക്കവാറും എല്ലാ പിള്ളേർക്കും ആ ഒരു പേപ്പറിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. അതപ്പോൾ ഈ ഒരു രീതിയിൽ പഠിപ്പിച്ച് ഇപ്പോൾ എപ്പോൾ ക്ലാസ് എടുത്താലും ഞാൻ മിനിമം എടുക്കുന്നത് 10 hours. പിന്നെ എന്താ വെച്ചാൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ 10 hours എടുക്കുമ്പോൾ ഒരാൾക്ക് പോലും മുഷിയാതെ അവരെ ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ഭാവനയിൽ നിർത്തിക്കൊണ്ട് അതും എടുക്കണം. അതെനിക്ക് തോന്നുന്നത് ഈ ഗ്ലോബൽ ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പഠിച്ചെടുത്തപ്പോൾ കിട്ടിയൊരു സ്കില്ലാണ്. അവരെ എയറിൽ നിർത്തി അങ്ങ് കൊണ്ടുപോകാനായിട്ട് പറ്റും. 50 hours ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള തിരക്കുകൾ കാരണം ലാംഗ്വേജിൻ്റെ മേഖലയിലേക്ക് തിരിയാൻ നേരമില്ല. എൻ്റെ ഒരു ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ ട്രെയിനിങ്ങും അങ്ങനെ വിടുക, ഓർഗനൈസ് ചെയ്യാനൊന്നും നമുക്ക് ടൈമില്ല. ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആരെങ്കിലും ഓർഗനൈസ് ചെയ്ത് ഏറ്റവും ഒരു സൗണ്ടൊന്നും കേൾക്കാതെ ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടലിലോ 4 സ്റ്റാർ ഹോട്ടലൊക്കെ വെച്ച് ഒരു 10-100 പേരെയൊക്കെ തരുവാണെങ്കിൽ ജസ്റ്റ് ഇൻ 50 hours ഇവരെ കൊണ്ട് ഞാൻ ലോകത്ത് എവിടെയും സംസാരിപ്പിക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മെഡിറ്റേഷൻസും മൈൻഡ് റീപ്രോഗ്രാമിങ്ങും വിഷ്വലൈസേഷനും മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് ടൂൾസും ഒക്കെ ഉപയോഗിക്കും. ആ ടൂൾസൊക്കെ അവിടെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് 90 ദിവസത്തേക്ക് മൈൻഡ് ടൂൾസും കൂടെ ഉപയോഗിക്കണം. പക്ഷെ അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും, ഒരറപ്പും ഇല്ലാതെ തന്നെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ ഈ മൈൻഡ് ടൂൾസ് കൂടെ ഉപയോഗിക്കുമ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ രീതിയിൽ അങ്ങ് പ്രോഗ്രാംഡ് ആയിപ്പോകും. പിന്നെ നമുക്ക് സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഈ മലയാളത്തെക്കഴിഞ്ഞും കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും വരുന്നത്. അപ്പം എനിക്ക് ഇപ്പോൾ ഈ ഒരുപാട് പേര് ഇന്ത്യക്ക് പുറത്തിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ പിന്നെ ലാംഗ്വേജ് ടെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പലരും അവിടെ പോയി ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. IELTS ഒക്കെ ക്ലിയർ ചെയ്താലും അവിടെ പോയി ഇപ്പോൾ നഴ്സസ് OET പാസ്സാവാതെ അവർ തലയും കുത്തി കിടന്നാണ് ഇവിടെ OET പാസ്സായിട്ട് പോകുന്നത്. പക്ഷെ അവിടെ അവർ മലയാളി ഗ്രൂപ്പിനകത്ത് കംഫർട്ടബിൾ ആവുമ്പോൾ അത് വിട്ട് പുറത്തേക്ക് അവർ പോയി സംസാരിക്കുന്നില്ല. മലയാളം ചാനലേ കാണത്തുള്ളൂ, യൂട്യൂബിനകത്ത് മലയാളം ചാനലേ കാണത്തുള്ളൂ. മലയാളീസിന്റെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കി അവരുമായിട്ട് ഇന്ററാക്ഷൻ പാർക്കിലും അല്ലെങ്കിൽ ലെഷർ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് എവിടെയാണ് പറഞ്ഞത്? അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പാസ്സായ എക്സാമിന്റെ റിസൾട്ട് അവരുടെ കയ്യിലില്ല, പേപ്പറിൽ മാത്രമേ ഉള്ളൂ. അതെ, അതെന്താണെന്നറിയോ, എനിക്കത് അത്ഭുതം തോന്നാൻ കാര്യം, ഞാൻ ഒരിക്കലും US എൻ്റെ ഒരു ക്ലാസ് വെച്ചത് 23 സിറ്റിയിൽ വെച്ചു. 23 സിറ്റി യാത്ര ചെയ്ത് ക്ലാസ് എടുക്കും. ഓരോരുത്തർ ബുക്കിംഗ് തന്നതാണ്. അതെല്ലാം ഒരു വലിയ മീറ്റിങ്ങിനകത്ത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അവർക്കെല്ലാം ഭയങ്കര താല്പര്യം തോന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സിറ്റിയിൽ വരുമോ എന്ന് ചോദിച്ചിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ പല സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഇവർ പലപ്പോഴും വിളിച്ചു കൂട്ടുമ്പോൾ ഈ ആഫ്രിക്കൻ ആൾക്കാരുമുണ്ട്, അവിടുത്തുകാരുമുണ്ട്, മലയാളികളുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മലയാളികൾ ഒത്തിരി മുൻകൈ എടുത്തതുകൊണ്ട് ഒരു 70% 80% മലയാളികളായിരിക്കും. പിന്നെ പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഒരു ബ്ലാക്കും ഹിസ്പാനിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരിരിക്കുന്ന കാരണം നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കും. പല പ്രാവശ്യം എനിക്ക് തുണ്ട് കിട്ടി മലയാളത്തിലും കൂടി കുറച്ച് സംസാരിക്കും. കംഫർട്ടബിൾ ആകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ സോറി ഫോർ സ്പീക്കിംഗ് ഇൻ അവർ മദർ ടങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മലയാളത്തിലും കൂടെ പറഞ്ഞ് മിക്സപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു സാധനം എന്താ വെച്ചാൽ അവർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. 50 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ചു പോയി പള്ളി
മലയാളം അതെ സർവീസ് സർ, മലയാളി പള്ളികളിലേ കൂടത്തുള്ളൂ. ഇംഗ്ലീഷ് ചേർച്ചസ് അവരുടെ ഇംഗ്ലീഷ് പ്രാർത്ഥന ആയതുകൊണ്ട് അത് ദഹിക്കില്ല. അവർക്ക് മലയാളത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്റേഴ്സ് പോയിട്ട്, എനിക്കറിയാം, എന്റെ ഫ്രണ്ട്സ് പോകുന്നതാണ്. അതെ അതെ, അങ്ങനെ ഒത്തിരിയാണ്. അല്ല, എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മളിപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ ലോകമേ തറവാടാകണം, അല്ലെങ്കിൽ ഗ്ലോബൽ സിറ്റിസൺ ആകണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസം അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ, ഗ്യാരണ്ടി പറയാൻ 5 പറ്റില്ല. days. 5 days. അത് എനിക്ക് പക്ഷേ വേറെ ഒരു പരിപാടി നടക്കൂല. 5 days കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി എൻ്റെ നടക്കത്തില്ല. 5 days. അപ്പോൾ കുറേ മെറ്റീരിയൽസ് വരും. എനിക്ക് തോന്നുന്ന ഓരോരുത്തർക്കും ഒരു 5 കിലോളം മെറ്റീരിയൽസ് വരും. അതിൽ എൻ്റെ തന്നെ ഉണ്ട്. പ്രിൻ്റ് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഗ്ലോബലി പോയി ഞാൻ കളക്ട് ചെയ്ത സാധനങ്ങളാണ്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തെ ആൾക്കാർക്ക്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ, ഇപ്പോൾ ആൽഫിയ കണ്ടതും ഇത് തന്നെയാണ് അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് നല്ലപോലെ എങ്ങനെയെങ്കിലും അങ്ങ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറെ നമ്മുടെ ബേസിക് ഡിഗ്രി എന്താണെങ്കിലും, ഡിഗ്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു മാനദണ്ഡമേ അല്ല സർ. നമുക്ക് സർവൈവ് ചെയ്യാൻ, കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാൻ, എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബി എ വിന്നർ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ആൾക്കാർക്ക് ഇതാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. പിന്നെ ജീവിതത്തിൽ ബാക്കി എല്ലാ സ്കില്ലും പഠിച്ചോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നും കളയണ്ട. വെദർ യു ആർ എ ഡോക്ടർ, ഓർ എ ലോയർ, ഓർ എൻ ആർക്കിടെക്റ്റ്, ഓർ എ ടീച്ചർ, എല്ലാ വിധത്തിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അത് തന്നെ വിഷ്വലൈസ് ചെയ്ത് അത് തന്നെ ചിന്തിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 മാസം കൊണ്ട് അത് അച്ചീവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇച്ചിരി നിങ്ങൾ സ്ലോ ഡൗൺ ആയിപ്പോയാൽ പോലും 6 months കൊണ്ട് എന്താണെങ്കിലും, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ടൈം ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ. സ്പീക്ക് ഇംഗ്ലീഷ്.